ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തക്കാളിക്കറി ഉണ്ടാക്കിയാലോ. ദോശയ്ക്കും ചോറിനും ഒക്കെ പറ്റിയ നല്ലൊരു തക്കാളിക്കറി. അതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വയ്ക്കുക. ചൂടായ പാത്രത്തിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഓരോരുത്തർക്കും ഓരോ ആവശ്യത്തിനാണല്ലോ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒഴിയുന്നുണ്ട് കടുക് ഇടുക. കടുക് പൊട്ടി വെച്ചിരിക്കുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, സവാള, ഇത് ഇത്രയും ഇടുക. എന്നിട്ട് നല്ലപോലെ വഴറ്റുക. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. സോറി, അതിന് സവാളയുടെ അളവ് പറഞ്ഞില്ലായിരുന്നു. 2 ചെറിയ സവാള, 3 തക്കാളി, 2-3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി ചെറുതായി അരിഞ്ഞെടുക്കുക. എന്നിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഇത് വഴന്ന് വരുമ്പോൾ ഈ തക്കാളി 2-3 തക്കാളി അരിഞ്ഞത് ചേർക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഒരു 2 കറിവേപ്പില കൂടി ചേർക്കണം. അടച്ച് വെച്ച് ഒഴിക്കുക. തക്കാളി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, എന്നിവ നന്നായിട്ട് ഇളക്കുക. പൊടിയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ചാറ് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കറി തിളയ്ക്കരുത്. തിളയ്ക്കുന്നതിന് മുമ്പ് വാങ്ങി വെക്കണം. എന്നിട്ട് ദോശയുടെ കൂടെ ഒഴിച്ച് കഴിക്കാവുന്നതാണ്. കറി റെഡിയായി വന്നിട്ടുണ്ട്. ഈ കറി ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഈ കറി ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിക്കണേ. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.